ഞാൻ ഉൾപ്പെടെയുള്ള പല തെണ്ടികളും കാണും. ഇത് പഠിക്കാതെ പോകരുത്, ഇത് പഠിച്ചില്ലെങ്കിൽ നീയൊക്കെ നശിച്ച് പണ്ടാരം അടങ്ങി പോടാ എന്നൊക്കെ പറഞ്ഞ് തമ്പനയിലും ഒക്കെ വെച്ചുകൊണ്ട് വരുന്ന പലതും കാണും. കണ്ടില്ലേ, ഞാൻ പൂക്കള ഷർട്ടൊക്കെ ഇട്ട് വന്നേക്കുന്നത് ഇരുന്ന് അവിടെ ഇരുന്ന് കണ്ട് പഠിച്ചിട്ട് പോവാണ്. അപ്പൊ ഇവ എന്തോ വിചാരിച്ചിരുന്നത്, ഈ വീഡിയോ മൊത്തം ഇരുന്ന് അവിടെ നിന്ന് കണ്ടിട്ട് വന്നത്. പിന്നെ ഇവൻ ഇവിടെ 2 ദിവസം മുമ്പ് ഒന്നും കിടക്കരുതായിരുന്നു. അപ്പൊ എന്തൊക്കെയാ, ഇന്ന് ഒരു ക്ലാസ് അല്ല, ഒരു ക്ലാസ് വീഡിയോ ആണെന്ന് വിചാരിച്ച് ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്തിട്ട് പോകുന്നതാണ്. ഇന്ന് എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. നമ്മുടെ LD ക്ലർക്ക് പരീക്ഷ നാളെയാണ് എന്ന് പറയുന്നത് പോലെ ആദ്യത്തെ എക്സാം നാളെ മുതൽ ആരംഭിക്കുകയാണ്. അപ്പോൾ ഈ പരീക്ഷയുമായി ബന്ധപ്പെട്ട് 1-2 കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. അതിനുവേണ്ടി മാത്രം ചെയ്യുന്നൊരു വീഡിയോയാണിത്. അപ്പോൾ അതിൽ ഒന്നാമത്തെ കാര്യം, ആവശ്യമില്ലാത്ത ടെൻഷനും പേടിയും കൊണ്ട് നിങ്ങൾക്ക് ഒന്നും നേടാൻ പറ്റത്തില്ല എന്നുള്ളതാണ് ആദ്യം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം. ഈ പരീക്ഷ അടുക്കുന്ന സമയത്ത് പരീക്ഷ എങ്ങനെയായിരിക്കും, എത്ര ഡിഫിക്കൽട്ടി ലെവൽ ഉണ്ടായിരിക്കും, അല്ലെ ഏതൊക്കെ ചോദ്യങ്ങൾ വരും, അയ്യോ ആ ചാനലിൽ അതൊക്കെ പഠിക്കാൻ പറഞ്ഞു, ഈ ചാനലിൽ ഇതൊക്കെ പഠിക്കാൻ പറഞ്ഞു, ആ സാർ അതൊക്കെ പഠിക്കാൻ പറഞ്ഞു, ഈ സാർ ഇതൊക്കെ പഠിക്കാൻ പറഞ്ഞു, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ആവശ്യമില്ലാതെ ഈ അവസാന നിമിഷങ്ങളിൽ ഇങ്ങനെ വലിച്ചു വാരി പഠിക്കുന്ന ഒരു സ്വഭാവം നമ്മുടെ കുട്ടികൾക്കിടയിൽ കാണുന്നത്. അത് നമ്മൾ 10ാം ക്ലാസ് പരീക്ഷ എഴുതുമ്പോൾ മുതൽ, 10ാം ക്ലാസ്സിലെന്നല്ല അതിന് തൊട്ട് മുമ്പിൽ നിങ്ങൾ യുറേക്ക പരീക്ഷ എഴുതാൻ പോകുന്ന സമയം മുതൽ നിങ്ങൾക്കുള്ളതാണ് ഈ പരീക്ഷ അടുക്കുന്നതോടുമായി ബന്ധപ്പെട്ടുള്ള ഈ ഒരു ആൻസൈറ്റി. മക്കളെ, ഞാനൊരു കാര്യം പറയട്ടെ, അതുകൊണ്ട് നമുക്ക് യാതൊരു ഗുണവുമില്ല എന്ന് മാത്രമല്ല, ധാരാളം രീതിയിൽ അത് നമുക്ക് ദോഷകരമായിട്ട് ബാധിക്കുകയും ചെയ്യും. സോ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയും, നിങ്ങൾ ഈ പരീക്ഷയുടെ ഒരു ദിവസം മുൻപ്, അതായത് നാളെയാണ് പരീക്ഷയെങ്കിൽ ഇന്ന് നിങ്ങളെ കൊന്നാലും നിങ്ങൾ പഠിക്കരുത്. എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ ഇന്ന് പുസ്തകം തുറന്നു നോക്കത്തില്ല, അല്ലെങ്കിൽ ഞാൻ ഇന്ന് റാങ്ക് ഫയൽ തുറക്കത്തില്ല, ഞാൻ ഒരു എക്സാമും എഴുതത്തില്ല, ഒന്നും ചെയ്യത്തില്ല. ബാക്കിയല്ലാതെ അപ്പോൾ ചോദിക്കും, സാർ ഞങ്ങൾ ഇങ്ങനെ തന്നെയാണ് എല്ലാ ദിവസവും. അതല്ലടേ, ഇന്ന് ഇത്രയും നാൾ നിങ്ങൾ ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ട്, നിങ്ങൾ മരിച്ചു കിടന്ന് പഠിച്ചിട്ടുണ്ട്, നിങ്ങൾ ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ട് നിങ്ങൾ പഠിച്ച് കുറേ കാര്യങ്ങൾ നിങ്ങൾ ഭയങ്കരമായിട്ട് വർക്ക് ചെയ്തിട്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ് നിങ്ങളെങ്കിൽ പരീക്ഷയുടെ തലേ ദിവസം ഈ ഭൂമിയിൽ ഏറ്റവും സന്തോഷവാനായ വ്യക്തി നിങ്ങളായിരിക്കണം. അതായത് നിങ്ങൾ ഒരു ചിൽ മൂഡിലായിരിക്കണം പരീക്ഷയുടെ തലേ ദിവസം. അന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു സിനിമയൊക്കെ കാണാം, അല്ലെങ്കിൽ കുറേ പാട്ട് കേൾക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയുമായിട്ട് നിങ്ങൾക്ക് ടൈം സ്പെൻഡ് ചെയ്യാം. അങ്ങനെ നിങ്ങൾ എന്താ പറയുക, ഭയങ്കര ഒരു എന്താ പറയുക, ഏറ്റവും ഞാൻ പറഞ്ഞില്ല, ഏറ്റവും സന്തോഷിക്കുന്ന ഒരു മനുഷ്യൻ നിങ്ങളായിരിക്കണം അന്നത്തെ ദിവസം. ബിക്കോസ് നിങ്ങളുടെ തലച്ചോറിനകത്തിൽ കുറേ കാര്യങ്ങൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ നിങ്ങളുടെ ബ്രെയിൻ ഒരു ബ്രീത്തിങ് സ്പേസ് കൊടുക്കണം അല്ലാതെ അന്നേരവും ഈ തലേ ദിവസവും നിങ്ങൾ കുത്തിയിരുന്ന് വീണ്ടും 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 ഇങ്ങനെ നിങ്ങളുടെ ബ്രെയിനിലേക്ക് ഫീഡ് ചെയ്യാനായിട്ട് ഇരിക്കരുത്. അത് ഓവർ സ്ട്രെസ്സിലേക്ക് നിങ്ങൾ പോകും. സോ ഒരു കാരണവശാലും അങ്ങനെ ചെയ്യരുത്. ചിലർ പരീക്ഷയുടെ തലേ ദിവസമൊക്കെ രാത്രി 1 മണി 2 മണി വരെയൊക്കെ ഇരുന്ന് പഠിക്കും, എന്നിട്ട് കിടന്നുറങ്ങിയിട്ട് 4 മണിക്ക് എഴുന്നേൽക്കുകയും ചെയ്യും. ഭ്രാന്താണോ നിങ്ങൾക്ക്? ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യരുത്. സോ എക്സാമിൻ്റെ തലേ ദിവസം എന്ന് പറയുന്നത് ഒരു കാരണവശാലും പഠിക്കരുത്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഞാൻ ഉൾപ്പെടെയുള്ള പല തെണ്ടികളും കാണും. എന്തിനു വേണ്ടി? ആ ചോദ്യങ്ങൾ, LD ക്ലർക്ക് പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള 20 ചോദ്യങ്ങൾ, ഇത് പഠിക്കാതെ പോകരുത്, ഇത് പഠിച്ചില്ലെങ്കിൽ നീയൊക്കെ നശിച്ച് പണ്ടാരം അടങ്ങി പോടാ എന്നൊക്കെ പറഞ്ഞ് തമ്പനയിലും ഒക്കെ വെച്ചുകൊണ്ട് വരുന്ന പലതും കാണും. പല വീഡിയോയും നിങ്ങൾ കാണും. ഇത് പഠിക്കാതെ പോയാൽ നീയൊക്കെ തീർന്നു എന്ന് പറയുന്ന കുറേ യൂട്യൂബ് ചാനലുകൾ ഞാൻ ഉൾപ്പെടെയുള്ളവർ ചെയ്യുന്നതാണ്. കഞ്ഞി കുടിക്കാൻ വേണ്ടിയാണ്, വേറെ നമുക്ക് ഇതിൽ നിന്നൊരു ഇത് വേണമല്ലോ, അപ്പം അതിനുവേണ്ടി ചെയ്യുന്നതാണ്. ഈ തമ്പനയിലൊക്കെ അങ്ങനെ വെച്ചിട്ട് LD ക്ലർക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഉറപ്പായിട്ടുള്ള ചോദ്യങ്ങൾ, LD ക്ലർക്ക് പരീക്ഷയ്ക്ക് ഇത് പഠിക്കാതെ നിങ്ങൾ പോകരുത്, എന്നിട്ട് ഇങ്ങനെ കൈയൊക്കെ കെട്ടി നിൽക്കുന്ന പോലെ കണ്ടിട്ടില്ലേ? എൻ്റെ തമ്പനയിൽ തന്നെ ഉദാഹരണമായിട്ട് എടുക്കുക. സോ അങ്ങനെയൊക്കെ വരുന്ന കുറേ ഇത് കാണും. മൈൻഡ് ചെയ്യരുത് പരീക്ഷയുടെ തലേ ദിവസം. പോയി പണി നോക്കാൻ പറ്റും. അന്നത്തെ ദിവസം നിങ്ങൾ മറ്റേ ആറാട്ടെണ്ണൻ്റെ വീഡിയോ, അല്ലെങ്കിൽ മറ്റേ ആ വീഡിയോ, ഈ വീഡിയോ, ട്രോൾ വീഡിയോ, അതൊക്കെ നിങ്ങൾ കാണണം. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള രീതിയിൽ ഇരിക്കണം അന്നത്തെ ദിവസം. അല്ലാതെ അന്ന് നിങ്ങൾ യൂട്യൂബ് വീഡിയോ കണ്ട് പഠിക്കാനായിട്ട് പോകരുത്. അപ്പോൾ ചോദിക്കും, താൻ ഈ വീഡിയോ ഇന്നല്ലേ റിലീസ് ചെയ്യുന്നത്, പരീക്ഷയുടെ തലേ ദിവസം? മക്കളെ, ഇത് എന്റർടൈൻമെന്റ് വീഡിയോ ആണ്, ഇത് നിങ്ങൾ ചില്ലാകാൻ വേണ്ടിയുള്ള വീഡിയോ ആണ്. വേണമെങ്കിൽ ഞാൻ ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് മ്യൂസിക് ഒക്കെ ഇട്ട് തരാം. അപ്പോൾ അങ്ങനെയുള്ള വീഡിയോ ആണ് ഇത്. ഞാൻ ഒരു അക്ഷരം പോലും നിങ്ങളെ പഠിപ്പിക്കുന്നില്ല, അല്ലേ? ഐ എം ഹിയർ ടു ചിൽ, അല്ലേ? അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. കണ്ടില്ലേ, ഞാൻ പൂക്കള ഷർട്ടൊക്കെ ഇട്ട് വന്നേക്കുന്നത്? അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പം പരീക്ഷയുടെ തലേ ദിവസം കൊന്നാലും പഠിക്കരുത്. ആര് എന്ത് ചോദ്യം, നീ അത് പഠിച്ചോ. പിന്നെ ചില ഫ്രണ്ട്സ് ഉണ്ട്, ചില ഗ്രൂപ്പുകളുണ്ട്, സ്റ്റഡി ഗ്രൂപ്പ്, ഇത് പഠിച്ചിട്ട് പോണേ, അല്ലെ ഇത് നോക്കിക്കോണേ, ഇത് ചെയ്യണേ, അത് ചെയ്യണേ എന്നൊക്കെ പറഞ്ഞു വരുന്ന കുറേ ഗ്രൂപ്പുകൾ കാണും. മൈൻഡ് ചെയ്യരുത്. ആ ഗ്രൂപ്പിൽ നിന്നൊക്കെ വേണമെങ്കിൽ അന്നൊരു ദിവസത്തേക്ക് ലെഫ്റ്റ് ആയിക്കോ, അഡ്മിനോട് ചോദിച്ചിട്ട്. അപ്പോൾ ഒരു കാരണവശാലും അങ്ങനെയുള്ള വാർത്തകളോടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ന്യൂസിനോടോ അങ്ങനെയുള്ള അപ്ഡേറ്റ്സിനോടോ നിങ്ങൾ യാതൊരു കാരണവശാലും
പ്രതികരിക്കരുത്. ഓക്കെ, ഇനി അടുത്ത കാര്യം, പരീക്ഷയുടെ അന്ന് രാവിലെ കഴിവതും നേരത്തെ എഴുന്നേൽക്കുക. വെളുപ്പിനെ 3 മണിക്ക് എഴുന്നേക്കണമെങ്കിൽ ഉച്ചയ്ക്ക് 1:30 നിങ്ങൾക്ക് എക്സാം വരിക. എക്സാമിനേഷൻ സെന്റർ ഇച്ചിരി ദൂരെയൊക്കെ ആണെങ്കിൽ നേരത്തെ മിനിമം ഒരു അരമണിക്കൂർ മുൻപെങ്കിലും എക്സാമിനേഷൻ ഹാളിൽ എത്തുക. ആ എക്സാമിനേഷൻ ഹാളുമായിട്ട് അവിടുത്തെ അറ്റ്മോസ്ഫിയറുമായിട്ടൊക്കെ ഒന്ന് സെറ്റ് ആവുക. അത്യാവശ്യമായിട്ടും ടോയ്ലറ്റിൽ പോകണം കേട്ടോ. ഇനി അല്ലാതെ അയ്യോ ഇനി ടോയ്ലറ്റിൽ പോകുന്നു അങ്ങനെ പോകണോ വേണ്ടോ അങ്ങനെയൊന്നുമില്ല. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊന്നും വരാതെ ടോയ്ലറ്റിലൊക്കെ പോയിട്ട് യൂറിനൊക്കെ പാസ് ചെയ്തിട്ട് വേണം പരീക്ഷാ ഹാളിൽ കയറിയിരിക്കുക. സെറ്റായിട്ട് വേണം കയറിയിരിക്കാനായിട്ട്. അതുപോലെ തലേ ദിവസം ഈ ജങ്ക് ഫുഡ് ഒന്നും വലിച്ചു വാരി കഴിക്കരുതല്ലേ. ഇപ്പം ഞാൻ ചില്ല് ചെയ്യാൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ ഫ്രണ്ട്സിനൊക്കെ ആയിട്ട് പോയി ട്രിപ്പ് പോയി അവിടെ അങ്ങനെയൊന്നും കഴിക്കരുത്. ജങ്ക് ഫുഡ് നോൺ വെജ് അങ്ങനെ നിങ്ങൾക്ക് ഒരു ഉറപ്പില്ലാത്ത ഭക്ഷണം, ഉറപ്പുള്ള ഭക്ഷണം എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലുള്ള ഭക്ഷണം ധൈര്യമായിട്ട് കഴിക്കാം. പുറത്തുനിന്നുള്ള ഭക്ഷണം അങ്ങനെയൊന്നും കഴിക്കരുത്. കാരണം ഇൻ കേസ് എന്തെങ്കിലും നമ്മുടെ വയറിനോ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ആ ദിവസം തന്നെ നശിച്ചു പോകും. സോ അതുകൊണ്ട് അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. നല്ല ഹെൽത്തി ആയിട്ടിരിക്കുക, നല്ല വെജിറ്റബിൾസ് കൂടുതൽ കഴിക്കുക. പരീക്ഷയുടെ ഇത് കൊച്ചു പിള്ളേരോട് പറയുന്നതിലാണ് ഇതൊക്കെ, എങ്കിലും പോട്ടെ. അപ്പോൾ അതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ കുറച്ചുകൂടെ ആക്റ്റീവ് ആവും എന്നൊക്കെയാണ് ശാസ്ത്ര പഠനങ്ങൾ ഒക്കെ പറയുന്നത്. സോ അങ്ങനെയൊക്കെയുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക, റിലാക്സ്ഡ് ആയിട്ടിരിക്കുക, പാട്ട് കേൾക്കുക. എപ്പോഴും ഞാൻ അത് തന്നെയാണ് പറയുക, നിങ്ങൾ ഏറ്റവും അധികം ചില്ലായിട്ടിരിക്കുക. പറഞ്ഞു വന്നത് പരീക്ഷാ ഹാളിൽ നേരത്തെ കാലത്തേക്ക് ചെല്ലുക, നേരത്തെ അവിടെ പോയിരിക്കുക. അവിടെ പല തെണ്ടികളും കാണും. നിങ്ങളുടെ എക്സാം സ്പോയിലേഴ്സ് ഉണ്ടായിരിക്കും അവിടെ. ഞാൻ അവരെ അങ്ങനെയാണ് വിളിക്കുന്നത്, എക്സാം നശിപ്പിക്കുന്നവർ. അവർ വന്നിട്ട് നിങ്ങളോട് പറയും, ദേ ആ ചോദ്യങ്ങളൊക്കെ കഴിഞ്ഞ വർഷം ചോദിച്ച ചോദ്യമാണ്, ആ ഭാഗം പഠിച്ചായിരുന്നോ, അത് നോക്കിയായിരുന്നോ അല്ലെ അവിടെ വെച്ച് റാങ്ക് ഫയൽ വെച്ച് പഠിത്തവാ. മാസങ്ങളും വർഷങ്ങളും ഉണ്ടായിരുന്നവന് പഠിക്കാൻ. അന്നേരം ഒക്കെ മാവേ കല്ലെറിഞ്ഞ് നടന്നിട്ട് അവൻ പരീക്ഷാ ഹാളിൽ വന്നിരുന്ന് പഠിക്കുക. വല്ല കല്ലും കാണുവാണെങ്കിൽ പെറുക്കി എറിയണം. അങ്ങനെ ഞാൻ പറഞ്ഞിട്ടാന്ന് പറഞ്ഞു, ധൈര്യമായിട്ട് പറഞ്ഞു, എന്ത് കേസ് ഞാൻ സഹിച്ചോളാം. ചെയ്യല്ലേടേ, ചുമ്മാ പറയുന്നതാണേ. അപ്പോൾ അങ്ങനെ പഠിക്കുന്നവരോട് നിങ്ങൾ അർഹിക്കുന്ന രീതിയിലുള്ള പുച്ഛം അവരിൽ വാരി വിതറിയിട്ട് നിങ്ങൾ അവിടുന്ന് പോകണം. കാരണം അവിടെ ഇരുന്ന് ഒരു കാരണവശാൽ നിങ്ങളുടെ തലച്ചോറ് നിങ്ങളെ കേൾക്കത്തില്ല. നിങ്ങളുടെ ബ്രെയിൻ വേറെ, ഒന്നാമത് അത് നല്ല രീതിയിൽ സ്ട്രെസ് ആയിട്ടിരിക്കുകയാണ്. അതിൻ്റെ കൂടെ നിങ്ങൾ അതിനെ പഠിക്കാൻ നോക്കിയാൽ ഉള്ളതുകൂടെ പോകും. അവിടെ ചെന്നിട്ട് നിങ്ങൾ E=mc² പകരം ചിലപ്പോൾ വേറെ ഇക്വേഷൻ ആയിരിക്കും നിങ്ങളുടെ ബ്രെയിൻ നിങ്ങൾക്ക് ഓർമ്മിപ്പിച്ച് തരിക. എല്ലാം കൂടെ കുഴഞ്ഞ് കിടക്കുമായിരിക്കും അതിനകത്തിൽ. അപ്പോൾ അതുകൊണ്ട് ഒരു കാരണവശാലും പരീക്ഷാ ഹാളിൽ ഒരു റാങ്ക് ഫയലും ഒരു ബുക്കും ഒന്നും കൊണ്ടുപോകും. നിങ്ങളുടെ ഹാൾ ടിക്കറ്റ്, നിങ്ങളുടെ പേന, നിങ്ങളുടെ ID കാർഡ്, നിങ്ങൾക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണോ അതും കൊണ്ടുപോവുക. അല്ലാതെ ഒരു കാരണവശാലും പഠിക്കുന്ന ഒരു സാധനവും, ചിലർ ഫോണിൽ നോക്കും, അന്നേരം യൂട്യൂബ് വീഡിയോ കാണുക, ഹെഡ്സെറ്റ് ഒക്കെ വെച്ചിരുന്നുകൊണ്ട് യൂട്യൂബിൽ വീഡിയോ കണ്ടിട്ട് പഠിക്കും. ജയകൃഷ്ണ സാറിൻ്റെ പെർസെൻറ്റേജ്, അല്ലെങ്കിൽ വേറെ ആ സാറിൻ്റെ ഇന്ത്യ ചരിത്രം, അല്ലെ അങ്ങനെ ഇതൊക്കെ ഇരുന്ന് അവിടെ ഇരുന്ന് കണ്ട് പഠിച്ചിട്ട് പോവാണ്. അപ്പോൾ ഇവ എന്തോ വിചാരിച്ചിരിക്കുന്നത്, ഈ വീഡിയോ മൊത്തം ഇരുന്ന് അവിടെ നിന്ന് കണ്ടിട്ട് വന്നത്, പിന്നെ ഇവൻ ഇവിടെ 2 ദിവസം മുമ്പ് ഒന്നും കിടക്കരുതായിരുന്നു. അപ്പോൾ ഒരു കാരണവശാലും പരീക്ഷാ ഹാളിൽ പോയിരുന്ന് പഠിക്കരുത്. നിങ്ങൾ നന്നായി വർക്ക് ചെയ്തിട്ടുണ്ട്, നിങ്ങളുടെ കഴിവിൽ നിങ്ങൾക്ക് നല്ല വിശ്വാസമുണ്ട്, നിങ്ങൾ നല്ല രീതിയിൽ ഇത്രയും സമയം കിട്ടിയതെല്ലാം വളരെ എഫക്റ്റീവായിട്ട് നിങ്ങൾ യൂട്ടിലൈസ് ചെയ്ത് പഠിച്ചിട്ടുണ്ട്. സോ അത് മതി, അതിനപ്പുറത്തുള്ള ഒന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് ആ രീതിയിൽ നിങ്ങൾ കോൺഫിഡൻ്റ് ആയിട്ട് അവിടെ ഇരിക്കുക. എക്സാമിനേഷൻ ഹാളിൽ കയറുക, നേരെ ചൊവ്വേ കറപ്പിക്കണം രജിസ്റ്റർ നമ്പറൊക്കെ കേട്ടോ. എപ്രാളം പാടില്ല, കൃത്യമായിട്ട് സമയമെടുത്ത് പതുക്കെ, ഇഷ്ടംപോലെ സമയം കിട്ടും, സമയമെടുത്ത് പതുക്കെ അതൊക്കെ കറപ്പിച്ച് ഇൻവിജിലേറ്റേഴ്സ് പറയുന്നതൊക്കെ കേട്ട് മര്യാദയ്ക്ക് അവിടെ ഇരിക്കുക. പേനയൊക്കെ അത്യാവശ്യം എഴുതി പോയിൻ്റായ പേനയായിരിക്കാം. ഈ കൂർത്ത മുനയുള്ള പേനയും കൊണ്ട് പോരുത്, കറപ്പിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇച്ചിരി ഇപ്പം നമ്മുടെ ഈ ലെക്സി പോലെയുള്ള അങ്ങനെയുള്ള പേനകളൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് കറപ്പിക്കാനായിട്ട് പറ്റും. അത് നന്നായി തെളിയുന്ന പേനയാണോ എന്ന് തലേ ദിവസമൊക്കെ ഉറപ്പ്. പുതിയ പേനയും കൊണ്ട് പോകാതിരിക്കുക. ഒരല്പം എഴുതിയെന്ന് വെച്ചാൽ പക്ഷേ തീരുന്ന പേനയല്ല, ഒരല്പം എഴുതിയ പേന, കാരണം ബബിൾ ചെയ്യാനായിട്ട് കുറച്ചുകൂടെ സ്മൂത്ത്നെസ് ആയിരിക്കും. നിങ്ങളുടെ കൈവായിട്ട് നല്ലപോലെ പരിചയമുള്ള ഒരു പേനയായിരിക്കും. ഇതൊക്കെ ചെറിയ ചെറിയ വലിയ കാര്യങ്ങളാണ് ഇതൊക്കെ. പിന്നെ എല്ലാ കാര്യങ്ങളും എടുത്തോന്നൊക്കെ ഉറപ്പ് വരുത്തുക, കൃത്യമായിട്ട് പോവുക, ആവശ്യത്തിന് വെള്ളം കുടിക്കുക. ചൂട് സമയമൊക്കെയാണ്, ആവശ്യത്തിന് വെള്ളം കൊടുക്കുക. അധികം ചൂടിനെ പ്രതിരോധിക്കുന്ന രീതിയിലുള്ള വസ്ത്രങ്ങളൊക്കെ ധരിച്ചിട്ടൊക്കെ പോകും. ഇതൊക്കെ ചെറിയ, ഞാൻ പറഞ്ഞില്ലേ, ചെറിയ 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 വലിയ കാര്യങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിച്ചിട്ട് പോയിട്ട് പരീക്ഷ എഴുതുക കേട്ടോ. സോ ഈ എക്സാം സ്പോയിലേഴ്സിനെ സൂക്ഷിക്കുക. പരീക്ഷാ ഹാളിൽ ചെന്ന് ഒരു കാരണവശാലും കൊന്നാലും പഠിക്കരുത്. സോ അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് പറയുന്ന ഒരു ചെറിയ വീഡിയോ ആയിരുന്നു ഇത്. അപ്പം അത്രയേ ഉള്ളൂ. സോ മക്കളെ, വീഡിയോ നിങ്ങൾ ഏകദേശം വൈകുന്നേരമൊക്കെ ആകുമ്പോഴായിരിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് റിലീസ്ഡ് ആയി കിട്ടുക. സോ ഇപ്പം മുതൽ, നേരത്തെ മുതൽ ആരെങ്കിലുമൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ പുസ്തകം എടുത്ത് ദൂരെ കളയുക. നാളെ പരീക്ഷ ഉള്ളവരാണ് കേട്ടോ. നേരെ അടുത്ത മാസമൊക്കെ പരീക്ഷ ഉള്ളവരുണ്ട്, അവരോടല്ല, നാളെ പരീക്ഷ ഉള്ളവർ. ഈ വീഡിയോ നിങ്ങളുടെ പരീക്ഷയുടെ തലേ ദിവസമാണ് കാണുന്നതെങ്കിൽ, നാളെയാണ് നിങ്ങളുടെ പരീക്ഷയെങ്കിൽ ഒരു കാരണവശാലും ഇന്ന് നിങ്ങൾ പഠിക്കരുത്, കൊന്നാലും പഠിക്കരുത് കേട്ടല്ലോ. യെസ്. സോ ഇത്രയേ ഉള്ളൂ മക്കളെ. എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കുക, ചില്ലായിട്ടിരിക്കുക, എൻജോയ് ചെയ്യുക. സോ നമുക്കിനി അടുത്ത ക്ലാസ്സിലൂടെ വീണ്ടും കാണാം.